അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിസ്മാൻഡ്ലിംഗ് വീഡിയോ ആണ്. സാധാരണ നമ്മൾ ക്യൂബ് വാങ്ങുന്ന ക്യൂബൊക്കെ ഒന്ന് അഴിച്ചു നോക്കാറുണ്ട്, അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും അതിൻ്റെ ഇന്നർ കോറൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ക്യൂബ് എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ക്യൂബാണ്. ഈ ആപ്പിൾ ക്യൂബ് നമ്മളൊന്ന് അഴിച്ചു നോക്കുകയാണ്. ഇതിൻ്റെ സോൾവ് വീഡിയോയും ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് 3x3 പഠിക്കുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സോൾവ് ചെയ്യാൻ പറ്റിയൊരു ക്യൂബാണ് ഈ ആപ്പിൾ ക്യൂബ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു അൺബോക്സിങ് ചെയ്തിരുന്നു. നമ്മുടെ നമ്പർ ഡ്രിഫ്റ്റിൻ്റെ സ്ലൈഡിങ് നമ്മൾ ചെയ്തിരുന്നു, ക്യൂബിലിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിപ്പോൾ അഴിച്ചു നോക്കാൻ എങ്ങനെയാണെന്ന് എനിക്കും ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് ഊരാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിലാട്ടോ കോർ ഇതേപോലെ ഒരു ക്യാപ്പാണ്. നമ്മുടെ 3x3 പോലെ തന്നെ. എനിക്ക് തോന്നുന്നു ഈ 4 സൈഡിലും മീൻസ് 1 2 3 4 5 6 സൈഡിലും ഇതേപോലെ സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള സ്ക്രൂ ഒന്ന് അഴിച്ചു നോക്കാം. നമ്മുടെ സ്പെഷ്യൽ ടൂൾ കുറച്ചും കൂടി നമുക്കൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. വളരെ ചെറിയ ഒരു ടൂളാണ് ഇത്. കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലാകുമ്പോഴേക്കും നമുക്ക് ഒന്നല്ല, ഇതിൻ്റെ സൈഡ് പീസ് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് ഊരി പോയിട്ടുണ്ട് കേട്ടോ. വലിയ നമ്മളെ 3x3 ഒരു കട്ടിങ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതും 3x3 ആ കട്ടിങ് ആട്ടോ വരുന്നത്. ഓക്കെ, നമ്മുടെ പീസുകളൊക്കെ താഴെ തെറിച്ച് വീണുണ്ട്. ഇവിടെ 3x3 അതെ ഇന്നർ കോറൊക്കെ 3x3 പോലെ തന്നെ ആട്ടോ വരുന്നത്. ഇതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ല, ഇവിടെ ചെറുതും ഇവിടെ വലുതുമായിട്ട് തന്നെ വരുന്നു. ഏകദേശം നമ്മുടെ 3x3 ലുക്ക് തന്നെ ആട്ടോ വരുന്നത്. അപ്പം നമുക്ക് എല്ലാ പീസുകളും ഒന്ന് അഴിച്ചെടുക്കാം. അതേപോലെ ആപ്പിളിൻ്റെ പീസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ക്യൂബ്. ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ അല്ലേ, ഓരോരോ ഷേപ്പുകളായിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ ഉണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ. ഇത് വലിയ ഷേപ്പ്, ഇതൊരു ചെറിയ പീസ്, പിന്നെ ഒരു മീഡിയം സൈസ് പീസ്, സെയിം തന്നെ ഇതിൻ്റെ വലിയ പീസ്. ഇതേപോലെ ഒരു ആപ്പിളിൻ്റെ കവർ ചെയ്യാൻ പറ്റിയ പീസുകൾ പോലെ തന്നെ ഉണ്ട്. ഇതാ പിന്നെ ഇതിൻ്റെ ഇതാണ് കോറ്. ഇവിടെ ഇതുണ്ടാവും, നല്ല ലൂസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലൂസും കാര്യം കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യൂബ് തന്നെയാണ് കേട്ടോ, മീൻസ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് സെയിം 3x3 ക്യൂബിൻ്റെ കോർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് 3x3 പീസ് ഇട്ട് സെറ്റ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ നമ്മുടെ 3x3 ആപ്പിൾ ഫ്രൂട്ട്സ് ക്യൂബ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാമെന്നുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കോറ് മാറ്റി വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പീസായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ക്യൂബിൻ്റെ നമ്മളെ പാർട്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.